everyone, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മീനിങ്, പിന്നെ ബേസിക് കൺസെപ്റ്റുകൾ, ഫോർമുലകൾ, പ്രോബ്ലം ഇതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റോൾ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. Okay, we are going to study about the role of marginal costing in decision making. നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ് മെത്തേഡിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ മാനേജറൽ ഡിസിഷൻ മേക്കിങ്ങിന് സഫിഷ്യൻ്റ് അല്ല. വിച്ച് മീൻസ് നമുക്ക് ചില സ്പെസിഫൈഡ് ഏരിയാസ് ഉണ്ട് നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൽ. അപ്പം ആ സ്പെസിഫൈഡ് ഏരിയാസിൽ എസ്പെഷ്യലി ഇൻ ഷോർട്ട് ടേം ഡിസിഷൻസ് എടുക്കുന്ന ഏരിയാസിൽ ഫിക്സഡ് കോസ്റ്റ് എക്സ്ക്ലൂഡഡ് ആവുന്ന ഏരിയാസ് ഇവിടെയൊക്കെ കൂടുതലും മാർജിനൽ കോസ്റ്റിംഗ് ആണ് ആപ്റ്റ് ആയിട്ട് വരുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. ആൻഡ് ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് വെയർ മാനേജറൽ പ്രോബ്ലംസ് ആർ സിംപ്ലിഫൈഡ് ബൈ യൂസ് ഓഫ് ദ മാർജിനൽ കോസ്റ്റിംഗ്. ആൻഡ് ദേ ആർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, മേക്ക് ഓർ ബൈ ഡിസിഷൻസ്, assessment of capital investment plans, key or limiting factor, effect of change in sales price, maintaining a desired level of profits, selection of a suitable product mix, alternative methods of production, diversification of products, closing down or suspending activities, alternative course of action, level of activity planning, and cost indifferent point. Okay, and the first one is fixation of selling prices. Although prices are more controlled by market conditions and other economic factors than by decisions of the management, yet fixation of selling price is one of the most important functions of management. അതായത് നമുക്കറിയാം കൂടുതലും പ്രൈസസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷൻസും എക്കണോമിക് ഫാക്ടേഴ്സും ഒക്കെ ആണെങ്കിൽ പോലും നമ്മളുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ തന്നെയാണ് സെല്ലിംഗ് പ്രൈസിൻ്റെ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഈ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ്. നമുക്കറിയാം ഒരു നോർമൽ സർക്കംസ്റ്റാൻസസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഇറ്റ് മസ്റ്റ് കവർ ദ ടോട്ടൽ കോസ്റ്റ് ആസ് അതർവൈസ് പ്രോഫിറ്റ്സ് കനോട്ട് ബി ഏൺഡ്. ആൻഡ് ഒന്നുകിൽ നമുക്ക് ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മാർജിനൽ കോസ്റ്റ്, ഒരു മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിസിൽ ചെയ്യാം, ബൈ ആഡിങ് എ ഹൈ മാർജിൻ ടു മാർജിനൽ കോസ്റ്റ് വിച്ച് മേ ബി സഫിഷ്യൻറ്റ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഫിക്സഡ് എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ്. നമ്മുടെ മാർജിനൽ കോസ്റ്റിൻ്റെ കൂടെ ഒരു ഹൈ മാർജിൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആ ഹൈ മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും കവർ ചെയ്യത്തക്ക എബിലിറ്റി ഉള്ള ഒന്നായിരിക്കണം. പക്ഷേ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അണ്ടർ അതർ സർക്കംസ്റ്റാൻസസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചില ടൈംസിൽ നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റിനെ കാട്ടിലും കുറഞ്ഞ ഒരു അതിനെക്കാട്ടിലും താഴ്ന്നു നിൽക്കുന്ന ഒരു ഇതിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് സച്ച് എ സ്റ്റെപ്പ് ഇസ് നെസസറി ടു മീറ്റ് ദ സിറ്റുവേഷൻ അറൈസിങ്. അതായത് നമുക്കിപ്പം അറൈസ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യണം. ലൈക്ക് കോമ്പറ്റീഷൻ, ട്രേഡ് ഡിപ്രഷൻ, അഡീഷണൽ ഓർഡേഴ്സ് ഓർ യൂട്ടിലൈസിങ് സ്പെയർ കപ്പാസിറ്റി, എക്സ്പ്ലോറിങ് ന്യൂ മാർക്കറ്റ്സ് എക്സെട്ര. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനിൽ കൂടിയാണ് നമ്മളുടെ ഫേം കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കുറച്ച് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ പ്രൈസ് മേ ബി ബിലോ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് പ്ലസ് എ സർട്ടൺ എമൗണ്ട് ഇഫ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ പോലും മാർജിനൽ കോസ്റ്റ് പ്ലസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആ ഒരു പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ആൻഡ് പ്രൈസിങ് ഇൻ ഡിപ്രഷനിൽ അടുത്തൊരു കണ്ടീഷനാണ് ട്രേഡ് ഡിപ്രഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിപ്രഷൻ്റെ ടൈം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പ്രൈസ് ഫോൾ ആവും. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ കോസ്റ്റിന് നമുക്ക് പ്രോഡക്റ്റ് വിൽക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആ ഒരു പ്രൈസ് ഫോൾ എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ആയിട്ട് ഫോൾ ആവുന്നു. ബട്ട് ഫോർ ടെമ്പററി ആയിട്ടാണ് പ്രൈസ് ഫോൾ ആവുന്നത്. പക്ഷെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ മിനിമം സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ നമ്മളവിടെ ഫിക്സ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. ഇനി സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് ആണ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യാവൂ. Okay, fixed expenses will be incurred even if the product is discontinued during depression for a short period. ഒരു കുറച്ച് നാളത്തേക്ക് ഡിപ്രഷൻ കാരണം നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഫിക്സഡ് എക്സ്പെൻസസ് ഒക്കറാവും, എന്തായാലും അവിടെ ഒക്കറാവും. ഇഫ് ദ പ്രോഡക്റ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് എ പ്രൈസ്, അതായത് നമ്മുടെ മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും ശകലവും കൂടെ ഒരു ലിറ്റിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഫിക്സഡ് കോസ്റ്റ് കാരണം ഉണ്ടാകുന്ന ആ ഒരു കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ആ എക്സാമ്പിളിൽ നോക്കുമ്പോഴത്തേക്കും സപ്പോസ് മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ₹10 ആൻഡ് ഫിക്സഡ് എക്സ്പെൻസസ് എമൗണ്ട് ടു 1,50,000. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹11 ആൻഡ് 40,000 യൂണിറ്റ്സ് ക്യാൻ ബി സോൾഡ് അറ്റ് ദിസ് പ്രൈസ്. ഇവിടെ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് നമുക്കൊരു എക്സാമ്പിളാണ് ജസ്റ്റ് ഇത് മനസ്സിലാക്കാനായിട്ട്. ഒരു യൂണിറ്റിൻ്റെ അതായത് പെർ യൂണിറ്റ് മാർജിനൽ കോസ്റ്റ് ₹10 ആണ്. അവിടെ നമുക്കുണ്ടാകുന്ന ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ഒരു യൂണിറ്റ് നമ്മൾ വിൽക്കുന്നത് അറ്റ് ദ റേറ്റ് ₹11 ആൻഡ് 40,000 യൂണിറ്റ്സ് ക്യാൻ ബി സോൾഡ് അറ്റ് ദിസ് പ്രൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം മാർജിനൽ കോസ്റ്റിലേക്ക് നോക്കുമ്പോൾ 40,000 യൂണിറ്റ്സ് ആണ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മാർജിനൽ കോസ്റ്റ് അറ്റ് ദ റേറ്റ് ₹10 4 lakh rupees ആണ് നമുക്കുണ്ടാകുന്ന മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആ എക്സാമ്പിളിലുണ്ട് 1,50,000 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5,50,000 rupees ആണ് നമുക്കവിടെ ടോട്ടൽ ഉണ്ടാകുന്ന മാർജിനൽ കോസ്റ്റും ഫിക്സഡ് എക്സ്പെൻസും കൂടെ ചേർത്ത് നമുക്കുണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 5,50,000 ആണ്, ടോട്ടൽ യൂണിറ്റ്സ് 40,000 ആണ്. അപ്പോൾ ആ ടോട്ടൽ എക്സ്പെൻസസിനെ നമ്മൾ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 5,50,000 rupeesനെ ഡിവൈഡഡ് ബൈ 40,000 കൊണ്ട് ചെയ്ത് ₹13.75 ആണ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ എക്സാമ്പിളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യൂണിറ്റ് വിൽക്കുന്നത് അറ്റ് ദ റേറ്റ് ₹11 ആണ്. അതായത് 11 rupeesനാണ് നമ്മൾ ഓരോ യൂണിറ്റും വിൽക്കുന്നത്. ഈ 11 rupees എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് 13.75 ആണ് നമുക്ക് ഇൻകർ ആവുന്നത്. പക്ഷെ നമ്മളത് വിൽക്കുന്നത് 11 rupeesനാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഗുണകരമാണ്. അതായത് നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് അങ്ങനെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ ഇതിലുണ്ടാവുന്ന ലോസിനെ ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 40,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹11. 11 രൂപയ്ക്ക് നമ്മൾ 40,000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് 4,40,000 rupees ആണ് ടോട്ടൽ സെയിൽസ് റവന്യൂ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5,50,000 ആണ്. അതായത് 5,50,000 rupees ചിലവാക്കി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ 4,40,000 rupeesന് വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ലോസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ 1,10,000 rupeesൻ്റെ ലോസ് സംഭവിച്ചു. ഇനി ഇഫ് ദ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂഡ്, നമ്മൾ ഈ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും അതായത് അവിടെ വെച്ച് ഇത് നഷ്ടമാണ് എന്ന് കരുതി നമ്മൾ അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ഇൻകർ ആവും? ഫിക്സഡ് എക്സ്പെൻസസ് എന്തായാലും ഉണ്ട്. ആ 1,50,000 എന്തായാലും നമുക്ക് ഇൻകർ ആവും. അപ്പോൾ ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോവുകയാണെങ്കിലോ, പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് 1,10,000 വരുമെന്നേ ഉള്ളൂ. ആ 1,10,000 ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഈ 1,50,000 ഫിക്സഡ് എക്സ്പെൻസ് ആയ 1,50,000-നെക്കാട്ടിലും എന്തായാലും കുറവാണ്. ഓക്കെ, അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 40,000 യൂണിറ്റ്സ് 11 രൂപയ്ക്ക് നമ്മൾ വിൽക്കുമ്പോൾ അറ്റ് ദ റേറ്റ് ₹11 നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 4,40,000 മാത്രമാണ് സെയിൽസ് റവന്യൂ കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആയ 5,50,000 കുറച്ച് കഴിയുമ്പോൾ 1,10,000 നമുക്ക് അവിടെ ലോസാണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ലോസ് ആണ് എന്ന് കരുതി ഈ പ്രോഡക്റ്റ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് കരുതിക്കോ. ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമുക്ക് എന്തുണ്ട്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആ യൂണിറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും നടന്നാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ എന്തുണ്ട്, ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട്. ആ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,50,000 ഫിക്സഡ് എക്സ്പെൻസസ് എന്തായാലും ഉണ്ട്, ഇൻകർ ആവും. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 1,10,000 ലോസ് വരും. അതായത് 1,50,000 നമുക്ക് ലോസ് സംഭവിക്കേണ്ടതെടുത്ത് 1,10,000 നമുക്ക് ലോസ് വരത്തുള്ളൂ. ബാക്കി 40,000 rupees നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ റെഡ്യൂസ് ചെയ്ത ലോസാണ്. ഓക്കെ, അതായത് നമ്മൾക്ക് ആ 40,000 rupees ലോസ് അത്രയേറെ റെഡ്യൂസ് ചെയ്തു ഫിക്സഡ് എക്സ്പെൻസസിൽ. ഓക്കെ, ഇനി ഇൻ കേസ് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറവാണ് എന്നുണ്ടെങ്കിൽ ലോസ് വിൽ ബി മോർ ദാൻ ദ ഫിക്സഡ് കോസ്റ്റ്. നമ്മുടെ ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നഷ്ടം സംഭവിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ഫുള്ളായിട്ട് വേരിയബിൾ എക്സ്പെൻസസിനെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അവർ പറഞ്ഞത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിൻ്റെ കൂടെ ഒരു കുറച്ച് എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ
സെല്ലിംഗ് പ്രൈസ് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ലോസ് സംഭവിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 10 റുപ്പീസ് നമ്മൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് കണ്ടെത്തി. അപ്പോൾ അതിനെക്കാട്ടിലും ഒരു കുറഞ്ഞ വില, ഇപ്പം 9 റുപ്പീസിനാണ് ഈ പ്രൈസിൻ്റെ, അതായത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നഷ്ടമാണ്. അതായത് ഈ വേരിയബിൾ എക്സ്പെൻസസ് പോലും റിക്കവർ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഫിക്സഡ് എക്സ്പെൻസസ് റിക്കവർ ചെയ്യാൻ പറ്റുന്നതിന്? അതുകൊണ്ട് തന്നെ effort should be made to sell the product at a price which is equal to the marginal cost or more than the marginal cost. എങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ഒന്നുകിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള പ്രൈസോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള പ്രൈസോ വേണം എപ്പോഴും ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി ഈ മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും കുറച്ച് ഒരു പ്രൈസാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ലോസ് മേ നോട്ട് ബി മോർ ദാൻ ദ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ലോസ് ഒന്നും സംഭവിക്കത്തില്ല. ബട്ട് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്, ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാൻ പോകുന്ന കുറച്ച് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ആ സർക്കംസ്റ്റാൻസസിൽ പ്രൊഡക്ഷൻ നമുക്ക് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ, ഈവൻ ഇഫ് ദ സെല്ലിംഗ് പ്രൈസസ് ബിലോ ദ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറവാണ് സെല്ലിംഗ് പ്രൈസെങ്കിൽ പോലും ഇനി വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. Okay, selling price below the marginal cost. It is justifiable to sell at a price below the marginal cost for a limited period in the following circumstances. ഈ പറയുന്ന സർക്കംസ്റ്റൻസസിൽ നമുക്ക് മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും കുറച്ച് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഫോർ എ ലിമിറ്റഡ് പീരീഡ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് when a new product is introduced in the market. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, when we introduce a new product in the market, we will fix the selling price as lower because we want to capture the മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും, സെയിൽസ് ഇൻക്രീസ് ചെയ്യപ്പെടും, ആൻഡ് ദെയർ ബൈ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ കം ഡൗൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ ഫോറിൻ മാർക്കറ്റ് ഈസ് ടു ബി എക്സ്പ്ലോർഡ് ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച്. നമുക്ക് ഗവൺമെൻറ് ചില ടൈംസിൽ നമുക്ക് ഇമ്പോർട്ട് കോട്ടാസ് അലോ ചെയ്യും. നമ്മൾ ഏൺ ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്പോർട്ട് കോട്ടാസ് അലോ ചെയ്യും. അപ്പോൾ ഈ ഇമ്പോർട്ട് കോട്ടാസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് മേ ബി മച്ച് മോർ ദാൻ ദ ലോസ് ഓൺ എക്സ്പോർട്ടിംഗ് ദ പ്രോഡക്റ്റ് അറ്റ് എ പ്രൈസ് ബിലോ ദ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും കുറച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനെ കാട്ടിലും കൂടുതലായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ ദ കൺസേൺ ഹാസ് ഓൾറെഡി പർച്ചേസ്ഡ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്. ഓൾറെഡി നമ്മൾ കുറേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് സെയിൽ നടത്തുന്നതായിരിക്കും നല്ലത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ ക്ലോഷർ ഓഫ് ബിസിനസ്. ക്ലോഷർ ഓഫ് ബിസിനസ് മേ മീൻ breaking of business connections, and connections may be re-established by a heavy expenditure on advertisement and sales promotion. നമ്മളുടെ കണക്ഷൻസ് ബ്രേക്ക് ചെയ്യുന്നു, വേണമെങ്കിൽ അല്ലെങ്കിൽ ആ കണക്ഷൻസ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, അതിനുള്ളൊരു ഹെവി എക്സ്പെൻഡിച്ചർ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ടു ബി ഇൻകേർഡ് ഫോർ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ ഒരു വാല്യൂവിൽ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. And the next one is when the sales of one product at a price below the marginal cost will push up the sales of other profitable products. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ വാല്യൂവിൽ സെയിൽ നടത്തിയാൽ, സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ സെയിൽസിനെ പുഷപ്പ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ എംപ്ലോയീസ് കനോട്ട് ബി റിട്രൻച്ച്ഡ്. എംപ്ലോയീസിനെ റിട്രൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ദ പ്രൈസ് ഇസ് ബിലോ ദ മാർജിനൽ കോസ്റ്റ് വി വിൽ കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ. And the next one is when competitors are to be eliminated from the market. We want to eliminate the competitors from the market. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ ദ ഗുഡ്സ് ആർ ഓഫ് പെരിഷബിൾ നേച്ചർ. നമ്മളുടെ ഈ ഗുഡ്സ് പെരിഷബിൾ നേച്ചർ ലൈക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിൽ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് നമ്മൾ അങ്ങനെ ചെയ്ത് അത് കംപ്ലീറ്റ് സെയിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒന്നും റിയലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെയർ സ്റ്റോക്സ് ഹാവ് ബീൻ അക്യുമുലേറ്റഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് ദ മാർക്കറ്റ് പ്രൈസസ് ഹാവ് ഫോളൺ. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വെച്ചിരിക്കുകയാണ്, സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ അത് പ്രൈസിനെ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രൈസിലുണ്ടാക്കും. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ്. ഈ ഒബ്സലസൻസ് വരുമ്പോഴും അഡ്വാൻസ് ടെക്നോളജിക്കൽ റിപ്ലനിഷ്മെൻറ്റ് വരുന്ന അങ്ങനെയുള്ള കേസസിലൊക്കെ ദ ഡിമാൻഡ് ഓഫ് ദീസ് ഇലക്ട്രോണിക് ഗുഡ്സ് വിൽ ഫോൾ. അങ്ങനെയുള്ളൊരു കേസിൽ വരുമ്പോഴത്തേക്ക്
നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഈ നമ്മുടെ മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞൊരു വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത് നമ്മൾ വിൽക്കും. ഒരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫോണൊക്കെയാണ്. ഫോണിൻ്റെയൊക്കെ ഓരോ മോഡലുകൾ മാറി വരും തോറും അവിടെ ആ മാർക്കറ്റ് അതായത് അതിൻ്റെ മാർക്കറ്റ് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറില്ലേ, വിച്ച് മീൻസ് അവിടെ ആ പ്രൈസിനെ അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്തു. അങ്ങനെയുള്ളൊരു കേസ് വരുമ്പം ഈ സ്റ്റോക്ക് വിറ്റഴിക്കാനായിട്ട് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞൊരു പ്രൈസിന് നമ്മളിത് വിൽക്കും. The next one is accepting additional orders, exploring additional markets and exporting. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഒരു നോർമൽ പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അഡീഷണൽ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അഡീഷണൽ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് അറ്റ് എ പ്രൈസ് ബിലോ നോർമൽ പ്രൈസ്. നമ്മളുടെ നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിനായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു യൂട്ടിലൈസ് ഐഡിൽ കപ്പാസിറ്റി. നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിനായിരിക്കും ഈ അഡീഷണൽ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതും അഡീഷണൽ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതും. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മളങ്ങനെ ആ നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിനാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി സീൻ ദാറ്റ് they will not affect the normal market and goodwill of the company. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നോർമൽ മാർക്കറ്റിനെയോ അതേ കണക്ക് തന്നെ നമ്മുടെ ഗുഡ്വില്ലിനെയോ അത് ബാധിക്കാനായിട്ട് പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ദീസ് ആർ അഡീഷണൽ ഓർഡേഴ്സ് ആണ് ആൻഡ് അഡീഷണൽ മാർക്കറ്റ്സ് ആർ ഗോയിങ് ടു ബി എക്സ്പ്ലോർഡ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ വളരെയേറെ വിജിലൻ്റ് ആയിട്ട് വേണം ഡിസിഷൻസ് എടുക്കാനായിട്ട്. നമ്മളൊരു ലോക്കൽ മെർച്ചൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ it should not be accepted at a price below normal price because it will affect relationship of the concern with the other customers purchasing the goods at normal price. നമ്മളൊരു ലോക്കൽ മെർച്ചൻറ്റിൽ നിന്നാണ് നമ്മൾ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അഡീഷണൽ ഓർഡേഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ബിക്കോസ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ കസ്റ്റമേഴ്സ് പർച്ചേസിങ് ദ ഗുഡ്സ് അറ്റ് നോർമൽ പ്രൈസ്. ഓക്കെ, അതായത് ഓൾറെഡി നമ്മുടെ ഗുഡ്സ് നോർമൽ പ്രൈസിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിനെ നമുക്ക് ആ ഒരു ഇതിനെ ബാധിക്കും. ഇനി ഫോറിൻ മാർക്കറ്റ്സ് ആണ്. ഇൻ കേസ് ഓഫ് ഫോറിൻ മാർക്കറ്റ്സ് ഗുഡ്സ് മേ ബി സോൾഡ് അറ്റ് എ പ്രൈസ് ബിലോ നോർമൽ പ്രൈസ് കീപ്പിംഗ് ഇൻ വ്യൂ. അതായത് നമുക്ക് ഫോറിൻ മാർക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡൊമസ്റ്റിക് ആകുമ്പോൾ നമ്മളത് നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ലോക്കൽ മെർച്ചൻറ്റിൽ നിന്നാണ് ഓർഡർ കിട്ടുന്നതെങ്കിൽ. ഇനി ഫോറിൻ മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാവുന്നതാണ്. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് such as എക്സ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. such as ഇമ്പോർട്ട് കോട്ടാസ്, സബ്സിഡീസ് ഓഫ് ഗവൺമെൻറ്, പ്രസ്റ്റീജ് ഓഫ് എക്സ്പോർട്ടിങ് എക്സെട്ര. ഇങ്ങനെയുള്ള നമുക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ മാർക്കറ്റ്സ് അങ്ങനെയുള്ള ആ ഒരു ബെനിഫിറ്റ്സിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഫോറിൻ മാർക്കറ്റ്സിൻ്റെ കേസിൽ നമ്മൾ നോർമൽ പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസ് കോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സ്, എക്സ്പ്ലോറിംഗ് അഡീഷണൽ മാർക്കറ്റ്സ് ആൻഡ് എക്സ്പോർട്ടിംഗ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ് അടുത്തത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് എക്സാമിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. A company is operating at 60% of its capacity with a turnover of rupees 43.20 lakhs. If the company works at 100% capacity, the sales cost relation is factory cost is 2/3 of sales value. Prime cost is 75% of factory cost. Administration and selling expenses 75% variable are 20% of the sales value. Factory overhead will vary according to operating capacity as given below. ഒരു കമ്പനി അതിൻ്റെ 60% കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 60% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് 43.20 lakhs ആണ്. ഇനി കമ്പനി 100% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സെയിൽ കോസ്റ്റ് റിലേഷനാണ് ഇവിടെ പറയുന്നത്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ എത്രയാണോ അതിൻ്റെ 2/3 ആയിരിക്കും. ആൻഡ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റിൻ്റെ 75% ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂവിൻ്റെ 20% ആയിരിക്കും. അങ്ങനെ നമ്മൾ സെയിൽസ് വാല്യൂവിൻ്റെ 20% കണ്ടെത്തുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസിൽ 75% വേരിയബിളും ബാക്കി 25% ഫിക്സഡുമാണ്. ഫാക്ടറി ഓവർഹെഡ് വിൽ വേരി അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന തരത്തിലാണ് നമ്മളുടെ ഫാക്ടറി ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി 60% ആകുമ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് 9.90 lakhs ആവും. 80% ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആകുമ്പോൾ
ഫാക്ടറി ഓവർ ഹെഡ്സ് 10.80 lakhs ആവും. ഇനി 100% ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആകുമ്പോൾ ഫാക്ടറി ഓവർ ഹെഡ്സ് 12 lakhs ആവും. ആൻഡ് 120% ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ആകുമ്പോൾ ഫാക്ടറി ഓവർ ഹെഡ്സ് 15 lakhs ആയി മാറും. ദ കമ്പനി ഹാസ് പ്ലാൻഡ് ടു ഓപ്പറേറ്റ് അറ്റ് 80% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി. അപ്പോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് 80% കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. മോർ ഓവർ ഇറ്റ് ഹാസ് റിസീവ്ഡ് ആൻ എക്സ്പോർട്ട് ഓർഡർ ആൻഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ വിൽ ഇൻവോൾവ് 40% ഓഫ് ദ കപ്പാസിറ്റി. ഇതുകൂടാതെ കമ്പനിക്ക് ഒരു എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ആ എക്സ്പോർട്ട് ഓർഡർ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 40% ഓഫ് ദി കപ്പാസിറ്റിയിലും കൂടി വർക്ക് ചെയ്തെങ്കിലേ പറ്റും. ദ പ്രൈം കോസ്റ്റ് ഓഫ് ദ ഓർഡർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹6.0 lakhs. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കിട്ടിയ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 6.0 lakhs ആണ്. ആൻഡ് ദ ഷിപ്പിംഗ് ഇൻവോൾവ് വിൽ ബി അറൌണ്ട് ₹1.0 lakh. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1.0 lakh ആണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് വിൽ ബി അവോയ്ഡഡ് ഓൺ ദ എക്സ്പോർട്ട് ഓർഡർ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസുകളൊക്കെ നമുക്ക് എക്സ്പോർട്ട് ഓർഡറിൽ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ല എക്സ്പോർട്ട് ഓർഡറിൽ. ടേക്കിംഗ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്സ് ആസ് ഓൺ ദ ഡൊമസ്റ്റിക് സെയിൽസ്. ഡൊമസ്റ്റിക് സെയിൽസിൽ നമ്മൾക്ക് കിട്ടുന്ന സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഡിറ്റർമിൻ ദ മിനിമം പ്രൈസ് ടു ബി കോട്ടഡ് ഫോർ ദ എക്സ്പോർട്ട് ഓർഡർ. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ഓർഡറിന് നമ്മൾ എത്ര മിനിമം പ്രൈസാണ് കോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, നമ്മൾ സൊല്യൂഷനിലേക്ക് വരികയാണ്. സൊല്യൂഷൻ ഇൻ ലാക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോളത്തിൽ കണ്ടോ കപ്പാസിറ്റി 80%-ലും 40%-ലും. നമ്മൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഫസ്റ്റിലെ 60%-ൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് 80%-ൽ വർക്ക് ചെയ്യാനാണ്. ഡൊമസ്റ്റിക്കലി 80% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു ആൻഡ് 40% എക്സ്പോർട്ട് ഓർഡറിന് വേണ്ടി വർക്ക് ചെയ്യണം. ഓക്കെ, ആ കിട്ടിയ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 40%-ൽ വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിൽ വാല്യൂ. നമുക്കറിയാം സെയിൽ വാല്യൂ ആണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. 60% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 43.20 lakhs ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് എത്ര കപ്പാസിറ്റിയിലാണ്? 80% കപ്പാസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ 43.20 lakhs ആണ് 60%-എങ്കിൽ 80%-ന് എത്ര? അപ്പോൾ 43.20 lakhs ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 80. അതായത് 43.20 lakhs ആണ് 60%-എങ്കിൽ 80%-ന് എത്ര? അങ്ങനെ കണ്ടെത്തുകയാണ്. അപ്പോൾ 43.20 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 80. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 57.60 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ കോസ്റ്റുകളായിട്ട് എടുക്കുകയാണ്. സെയിൽ വാല്യൂ എഴുതി ആ എമൗണ്ടൊക്കെ എഴുതുന്ന കോളത്തിൽ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കോസ്റ്റിലേക്ക് വരികയാണ്. പ്രൈം കോസ്റ്റ്. ആദ്യത്തേതിലേക്ക് വരികയാണ്, കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിച്ചു ഫാക്ടറി കോസ്റ്റിൻ്റെ 75% ആണ്. ഫാക്ടറി കോസ്റ്റിൻ്റെ 75% ആണ് നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നതോ സെയിൽസിൻ്റെ 2/3 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 80% ഡൊമസ്റ്റിക് സെയിലിൽ എത്രയാണ് പ്രൈം കോസ്റ്റ് സെയിൽസിൽ എത്രയാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് കാണാൻ പോവുകയാണ്. 57.60 സെയിൽ വരുമ്പോൾ അതിൻ്റെ 2/3 ആണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും 75% എടുക്കുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അതായത് 57.60 ഇൻറ്റു 2/3. അവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റാണ്. ആ കിട്ടുന്ന ഫാക്ടറി കോസ്റ്റിൻ്റെ 75% കണ്ടെത്തുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് 28.80. ഡൊമസ്റ്റിക് സെയിലിൻ്റെ കോളത്തിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം ഫാക്ടറി ഓവർ ഹെഡ്സ് ആസ് ഗിവൺ. ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്, അത് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ഡേറ്റ തന്നിരിക്കുന്നത് നോക്കാം. ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ഫാക്ടറി ഓവർ ഹെഡ്സ് തന്നിരിക്കുന്നത് കണ്ടോ, അതാണ് ഇവിടെ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അവിടെ 80% കപ്പാസിറ്റിയിൽ 10.80 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസിലേക്ക് വരികയാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് 20% ഓഫ് ദ സെയിൽ വാല്യൂ. സെയിൽ വാല്യൂവിൻ്റെ 20% ആണ്. അതായത് നമ്മളിവിടെ ആദ്യം കണ്ടെത്തിയ സെയിൽ വാല്യൂ എത്രയാണ്? 80% കപ്പാസിറ്റിയിൽ 57.60 ആണ്. 57.60യുടെ 20% ആണ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 57.60 lakhs ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ,
അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആയി. ഇനി ആ കണ്ടുപിടിച്ച എമൗണ്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് കോസ്റ്റിൽ നിന്നും അതിൻ്റെ 75% എടുക്കുക. അത് വേരിയബിളായിട്ട് ചെയ്യുമ്പോൾ 8.64 കിട്ടും. ഇനി ബാക്കിയുള്ള 25% ഫിക്സഡ് ആയിട്ട് ചെയ്യുമ്പോൾ 2.88 കിട്ടും. അല്ലെങ്കിൽ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് കണ്ടെത്തിയതിന് ശേഷം 75% വേരിയബിൾ കണ്ടെത്തുക. അതിൽ നിന്നും ആ കണ്ടെത്തിയ വാല്യൂവിനെ നമ്മുടെ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താലും ഫിക്സഡ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം സെയിലും ഡേറ്റയും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, എക്സ്പോർട്ട് ഓർഡറിലേക്ക് പോകാം. എക്സ്പോർട്ട് ഓർഡറിലേക്ക് പോകുമ്പോൾ നമുക്ക് സെയിൽ വാല്യൂ ഇല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വിൽക്കുന്നതല്ല, നമ്മൾ എക്സ്പോർട്ട് ഓർഡറാണ്, മറ്റൊരിടത്തേക്ക് പോകാനുള്ളതാണ്, ഇല്ല. നെക്സ്റ്റ് പ്രൈം കോസ്റ്റ് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഓർഡറിൻ്റെത് ലാസ്റ്റ് പാരഗ്രാഫിൽ. ദ പ്രൈം കോസ്റ്റ് ഓഫ് ദ ഓർഡർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹6.0 lakhs. നേരെ അവിടെ എടുത്ത് എഴുതുക എക്സ്പോർട്ട് ഓർഡറിൻ്റെ കോളത്തിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് കോസ്റ്റ്, അതായത് ഫാക്ടറി ഓവർഹെഡ് തന്നെയാണ് നമ്മളുടെ ആ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. 40% ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കോളത്തിൽ നോക്കുമ്പോൾ 40% ഇല്ല. പക്ഷെ നമുക്കൊരു ഡേറ്റ ഉണ്ട് 40% എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഇവിടെ 120യുടെ കപ്പാസിറ്റിയിലുള്ള ഫാക്ടറി ഓവർഹെഡും 80% കപ്പാസിറ്റിയിലുള്ള ഫാക്ടറി ഓവർഹെഡും ഉണ്ട്. ഈ 120യിൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ് കപ്പാസിറ്റി കിട്ടുക? 40% കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ 120യുടെ കപ്പാസിറ്റിയായ 15ൽ നിന്നും 80യുടെ കപ്പാസിറ്റിയായ 10.80 കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും 40% കപ്പാസിറ്റിയിൽ, ദാറ്റ് ഈസ് 4.20. ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിങ് ഇല്ല എന്ന് നമുക്ക് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പോർട്ട് ഓർഡറിന്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് നമുക്കറിയാം, ഡൊമസ്റ്റിക്കിന് ഷിപ്പിംഗ് ഇല്ല, ഡൊമസ്റ്റിക്കിന് ഷിപ്പിംഗ് കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ എക്സ്പോർട്ടിന് ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.0 lakh ആണ്, അത് എഴുതുക. ഇപ്പോൾ രണ്ട് ഓർഡറിലും വരുന്ന ടോട്ടൽ കോസ്റ്റുകളെല്ലാം ആയി. ഇനി രണ്ടിടത്തും കൂട്ടിയെടുക്കുക, കോസ്റ്റുകളാണ് കൂട്ടിയെടുക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽ കൂട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിൽ വാല്യൂ കൂട്ടരുത്. പ്രൈം കോസ്റ്റ് മുതൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് വരെയുള്ള കോസ്റ്റുകൾ കൂട്ടി ഡൊമസ്റ്റിക് സെയിലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 51.12. ഇനി ഇപ്പുറത്തത് സെയിൽ വാല്യൂ ഇല്ല, പ്രൈം കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഷിപ്പിങ്ങും കൂടെ കൂട്ടി 11.20. അത്രയും വരെ കിട്ടി. ഇനി നമുക്ക് സെയിൽ വാല്യൂ ഉണ്ട്, ടോട്ടൽ കോസ്റ്റും ഉണ്ട്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഡൊമസ്റ്റിക് സെയിലിൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൊമസ്റ്റിക് സെയിലിൽ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് സെയിൽസ് വാല്യൂ 57.60 മൈനസ് ടോട്ടൽ കോസ്റ്റ് 51.12, പ്രോഫിറ്റ് 6.48 കിട്ടും. ഇനി അപ്പോൾ നമുക്ക് അവിടെ വരെ പ്രോഫിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കിക്കേ, 51.12 ടോട്ടൽ കോസ്റ്റ് വന്നപ്പോൾ 6.48 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഡൊമസ്റ്റിക് സെയിലിൽ നോക്കുമ്പം 51.12 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വന്നത്. അത്രയും ചിലവാക്കിയപ്പോൾ 6.48 പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ് അവർ ചിലവാക്കുന്നത് നോക്കിക്കേ, എക്സ്പോർട്ട് ഓർഡറിൽ 11.20 ആണ് അവർ ചിലവാക്കുന്നത്. അപ്പോൾ 6.48 ആണ് 51.12-നെങ്കിൽ 11.20ക്ക് എത്ര? അതായത് 51.12 ഡൊമസ്റ്റിക് സെയിലിൽ ചിലവാക്കിയപ്പോൾ 6.48 പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ഓർഡറിൽ നമുക്ക് ചിലവാകുന്നത് 11.20 ആണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താനായിട്ട് 6.48 ഡിവൈഡഡ് ബൈ 51.12 ഇൻറ്റു 11.20, അതായത് 6.48 ആണ് 51.12-ന് പ്രോഫിറ്റ് എങ്കിൽ 11.20-ന് എത്ര? അങ്ങനെ ചെയ്യുമ്പോൾ 1.42 കിട്ടും. അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ഓർഡറിൽ ശ്രദ്ധിക്കുക, നമ്മൾ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ, എക്സ്പോർട്ട് ഓർഡറിലെ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടേണ്ടുന്ന ഈ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിനിമം കോട്ട് ചെയ്യേണ്ട പ്രൈസ് എന്ന് പറയുന്നത് 11.20-നോടൊപ്പം നമുക്ക് കിട്ടേണ്ടുന്ന പ്രോഫിറ്റായ 1.42 കൂടെ കൂട്ടി 12.62 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലും അതാണ്, ഡിറ്റർമിൻ ദ മിനിമം പ്രൈസ് ടു ബി കോട്ടഡ് ഫോർ ദ എക്സ്പോർട്ട് ഓർഡർ. ആ കോട്ട് ചെയ്യേണ്ട പ്രൈസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ.
Okay, the next one is quotations in a jobbing undertaking. It is unlikely that any significant degree of repetition of orders for similar products will take place in a jobbing undertaking. ഒരു ജോബിംഗ് അണ്ടർടേക്കിങ്ങിൽ സിമിലർ പ്രോഡക്ട്സിനുള്ള റെപ്പറ്റീഷൻ ഓഫ് ഓർഡേഴ്സ് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു കേസിൽ ദ പ്രൈസ് ഫിക്സിംഗ് പോളിസി അവിടുത്തെ ഇങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ളൊരു അണ്ടർടേക്കിങ്ങിൽ പ്രൈസ് ഫിക്സിംഗ് പോളിസി ഷുഡ് ബി ഇലാസ്റ്റിക്. അതായത് ആ പ്രൈസ് ഫിക്സിംഗ് പോളിസി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കണം. ഇഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മെയിൻറ്റെയിനിങ് ദ പ്ലാന്റ് അറ്റ് ഫുൾ കപ്പാസിറ്റി വർക്കിംഗ് ഈസ് ടു ബി അച്ചീവ്ഡ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈസ് ഫിക്സിംഗ് പോളിസി ഇലാസ്റ്റിക് ആയിരിക്കണം. നമ്മൾ പ്രൈസ് കോട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോ കേസിലും എത്ര കോൺട്രിബ്യൂഷൻ കീപ്പിംഗ് ഇൻ വ്യൂ ദ കോൺട്രിബ്യൂഷൻ വിച്ച് വുഡ് ബി ഏൺഡ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിൽ നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ ഏൺ ചെയ്യണമെന്നുള്ള ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നായിരിക്കണം പ്രൈസ് കോട്ട് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ മേ ബി വേരിഡ് അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് കപ്പാസിറ്റി. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ഈ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇപ്പോൾ നമുക്ക് അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ട്, അതായത് കുറേ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലോ കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തെങ്കിലേ പറ്റും. ഇഫ് ദർ ഈസ് കൺസിഡറബിൾ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഇറ്റ് ഈസ് നെസസറി ടു അക്സെപ്റ്റ് എ ലോ കോൺട്രിബ്യൂഷൻ എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റൂ. ആൻഡ് ഇഫ് ദ ഓർഡർ ബുക്ക് ഈസ് വെൽ ഫിൽഡ് വിച്ച് മീൻസ് അവിടെ ആ ഓർഡർ ബുക്ക് ഫില്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പാസിറ്റി ഒരുപാട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദ സെല്ലിംഗ് പ്രൈസ് ചാർജ് ഷുഡ് ബി സച്ച് വിച്ച് പ്രൊവൈഡ്സ് ഹൈ കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഹൈ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് കോട്ട് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് ദ കോൺട്രിബ്യൂഷൻ അപ്രോച്ച്, നമുക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ അപ്രോച്ച് ഇല്ലാതെ നമ്മുടെ ഈ ഒരു പ്രൈസ് ഫിക്സറിന് ഏതൊക്കെ പ്രൈസ് ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നുള്ള വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടത്തില്ല. പ്രൈസ് ലിമിറ്റ്സ് ഒക്കെ അറിയാമല്ലോ, ലോവർ പ്രൈസും ഹയർ പ്രൈസും. ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൻ്റെ ആ ഒരു ലിമിറ്റ്സിനകത്ത് നിന്നുകൊണ്ട് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പ്രൈസ് ഫിക്സർ. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ്റെ അപ്രോച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മളുടെ ആ ഒരു പ്രൈസ് ലിമിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻ ഈ പ്രൈസ് ഫിക്സറിന് കിട്ടത്തില്ല. ഓക്കെ, കൊട്ടേഷൻസ് ഇൻ എ ജോബിംഗ് അണ്ടർടേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ്. ഇൻ എ പ്യുവർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് 10,000 pocket transistors can be manufactured and sold and a certain profit is generated. It is estimated that 2,000 pocket transistors need be manufactured and sold in a monopoly market to earn the same profit. ഒരു പ്യുവർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ 10,000 പോക്കറ്റ് ട്രാൻസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു സർട്ടൺ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി ഒരു മോണോപ്പൊളി സിറ്റുവേഷൻ ആണ്, ഒരു മോണോപ്പൊളി മാർക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഈ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈ പ്യുവർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഏൺ ചെയ്യുന്ന ആ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടാനായിട്ടാണെങ്കിൽ ഒരു മോണോപ്പൊളി മാർക്കറ്റിൽ 2,000 പോക്കറ്റ് ട്രാൻസിസ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുകയും സെയിൽ നടത്തുകയും വേണം. പ്രോഫിറ്റ് അണ്ടർ ബോത്ത് ദ കണ്ടീഷൻസ് ഈസ് ടാർഗറ്റഡ് അറ്റ് ₹2 lakh. രണ്ട് കണ്ടീഷൻസിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh rupees ആണ്. The variable cost per transistor is ₹100 and the total fixed cost is ₹37,000. ഇതിൽ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും വേരിയബിൾ കോസ്റ്റ് പെർ ട്രാൻസിസ്റ്റർ ആണ് 100 rupees ആണ്. അവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 37,000 ആണ്. You are required to find out the unit selling prices both under monopoly and competitive conditions. ഈ മോണോപ്പൊളി സിറ്റുവേഷനിലും കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനിലുമുള്ള യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്, ഓരോ യൂണിറ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത രണ്ട് ആസ്പെക്റ്റുകളാണുള്ളത്. ആ രണ്ട് ആസ്പെക്റ്റുകളെ നമ്മൾ രണ്ട് ആൽഫബറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്, ബി ദ സെല്ലിംഗ് പ്രൈസ് പെർ ട്രാൻസിസ്റ്റർ അണ്ടർ പ്യുവർലി മോണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻസ്, ആൻഡ് വൈ ബി ദ സെല്ലിംഗ് പ്രൈസ് അണ്ടർ കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ്. പെർ യൂണിറ്റ് പെർ ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ആണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വരും. ഇതിൽ പ്രോഫിറ്റും ക്വസ്റ്റ്യനിലുണ്ട്, ഫിക്സഡ് കോസ്റ്റും ക്വസ്റ്റ്യനിലുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്താനുള്ളത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്കറിയാം കോൺട്രിബ്യൂഷൻ നമ്പർ ഓഫ് യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പം പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടെത്തി അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷനായി. അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്.
ഇനി നമ്മൾ ഓരോ കണ്ടീഷനിലേക്ക് പോവുകയാണ്. ആദ്യം അണ്ടർ മോണോപോളിസ്റ്റിക് കണ്ടീഷൻസ്. മോണോപോളിസ്റ്റിക് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം രണ്ട് കേസിലും നമ്മളുടെ ഈ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ആ ഒരു ഫോർമുലയാണ്. അതിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് കേസിലും 2 lakh rupees ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 2 lakh rupees ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മോണോപോളി സിറ്റുവേഷനിൽ 2000 പോക്കറ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് വിൽക്കേണ്ടുന്നത്. അപ്പോൾ 2000 ഇൻറ്റു നമുക്ക് കണ്ടെത്തേണ്ടുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താനുള്ളതാണ്. അതിനെ നമ്മൾ മോണോപോളിസ്റ്റിക് സിറ്റുവേഷനിൽ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ 2000 ഇൻറ്റു എക്സ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 100 ആണ് ക്വസ്റ്റ്യനിലുണ്ട്, മൈനസ് 37,000. ഇനി നമ്മളിത് സോൾവ് ചെയ്യണം, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യണം. നമ്മൾ പണ്ടൊക്കെ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ചെയ്യാറുള്ളതാണ്. അങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 218.50 പെർ യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് അണ്ടർ കോമ്പറ്റീവ് കണ്ടീഷൻസ്. കോമ്പറ്റീവ് കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷൻ എടുക്കുക. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതിൽ പ്രോഫിറ്റ് രണ്ട് കേസിലും 2 lakh rupees ആണ്. ആൻഡ് ഈ ഒരു കേസിൽ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ് ക്വസ്റ്റ്യനിലുണ്ട്. നമ്മുടെ പ്യൂർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ 10,000 പോക്കറ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. 10,000 ഇൻറ്റു അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. നമ്മൾ y കൊണ്ട് ഡിനോട്ട് ചെയ്തു. സോ 10,000 ഇൻറ്റു y മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ഇല്ല, 100 rupees മൈനസ് 37,000. ഇനി ഇത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തെടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമ്മൾക്ക് ₹123.70 പെർ യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ റോൾ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് കുറച്ച് ഏരിയാസേ ആയിട്ടുള്ളൂ, ഇനി ബാക്കിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയുള്ള ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ആൻഡ് ഈ ഒരു ലെക്ചറിൽ ഇത്രയും ഏരിയാസാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.